സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനത്താൽ നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കുന്ന പിതാവായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നമ്മുടെ സമാധാനവും വീണ്ടെടുപ്പുമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാവർക്കും അറിയിക്കുന്നു. ക്രിസ്തുവേശുവിങ്കിൽ നിന്ന് എല്ലാവർക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖിത ഭവനാംഗങ്ങൾക്ക് നമുക്ക് ഇന്ന് ഈ സമയത്തും പല സമയമേഖലകളിൽ ടൈം സോൺസിൽ ഇരുന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കാൻ കഴിയുന്നത് ഏറെ അനുഗ്രഹകരമാണ്, ഭാഗ്യകരമാണ്. അതിനവസരത്തെ തന്ന ത്രിയേക ദൈവത്തിന് മഹത്വവും പുകഴ്ചയും ഉണ്ടാകട്ടെ. സ്തോത്രം. അതിന് സമയത്തെ വേർതിരിക്കുന്ന നിങ്ങൾക്കും സ്വർഗം ധാരാളമായ പ്രതിഫലങ്ങളും അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായമായിരുന്നു കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നത്. വളരെ പ്രധാനപ്പെട്ട 2 അധ്യായങ്ങളാണ് വെളിപ്പാട് പുസ്തകം 19-ഉം 20-ഉം അധ്യായങ്ങൾ. ഏതാണ്ട് ഒരു ക്രോണോളജിക്കൽ ഓർഡർ നമുക്ക് ഈ അധ്യായങ്ങളിൽ കാണാം. 18-ാം അധ്യായം വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന പല സംഭവങ്ങളും കാലക്രമം അനുസരിച്ചല്ല, സമയക്രമം അനുസരിച്ചല്ല, ക്രോണോളജിക്കൽ ഓർഡറിൽ അല്ല എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഈ 19-ാമത്തെ അധ്യായം മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ക്രോണോളജിക്കൽ ഓർഡറാണ്. ഏതാണ്ട് സമയക്രമം അനുസരിച്ചുള്ള ഒരു ക്രമീകരണം തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതിൽ 19-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് നാം അതിൻ്റെ ആദ്യ വാക്യങ്ങളിൽ കാണുന്നത് രാജത്വം കർത്താവ് ഏറ്റെടുക്കുന്നതായിട്ടുള്ള പ്രഖ്യാപനമാണ്. സ്തോത്രം. മാനുഷിക ഭരണകൂടങ്ങളെ മാറ്റി ദൈവീക ഭരണം സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള പ്രഖ്യാപനം. അതായത് 18-ാം അധ്യായത്തോടുകൂടെ ന്യായവിധികൾ തീരുകയാണ്. 19-ാം അധ്യായത്തിൽ ക്രിസ്തു ഭരണം ഏറ്റെടുത്ത് തുടങ്ങുന്നു. ആ പ്രഖ്യാപനം ആരംഭവാക്യങ്ങളിൽ നടത്തിയതിന് ശേഷം നാം 11 തൊട്ട് 16 വരെ 19-ാം അധ്യായത്തിൽ കണ്ടത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ 2-ാം വരവാണ്. So till 18th chapter, it's not the occurrences, the events are not in chronological order. But from 19th chapter onwards, the things are now arranged according to the time. And by 18th chapter, all the judgments are over. And 19th chapter declares Christ's coronation. After that, from 19:11 to 16, we see the second coming of the Lord Jesus Christ to this world as the King of Kings and the Lord of Lords. Then from verses 17, we see the real battle of Armageddon and inauguration of the hell. 19-ാമത്തെ അധ്യായത്തിൽ ആ പ്രഖ്യാപനത്തിന് ശേഷം 11 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് യേശുക്രിസ്തുവിൻ്റെ തേജസ്സോടുകൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വരവാണ്. നമ്മളതിനെയാണ് കർത്താവായ യേശുവിൻ്റെ പുനരാഗമനം, 2-ാം വരവ് എന്നൊക്കെ വിളിക്കുന്നത്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം. രാജാധിരാജാവും കർത്താധികർത്താവുമായി യേശു വരുന്നതാണ് നാം അവിടെ കാണുന്നത്. 19-ന്റെ 11 തൊട്ട് 16 വരെ. സ്തോത്രം. നമ്മളതൊക്കെ കണ്ടു കഴിഞ്ഞതാണല്ലോ.
അതിനുശേഷം 17-ാം വാക്യം തൊട്ട് 19-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം മുതൽ അർമഗദ്ദോൻ യുദ്ധം. അതിന്റെ ഒടുവിൽ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് അഗ്നിപ്പൊയ്കയിൽ, തീപ്പൊയ്കയിൽ തള്ളിക്കളയുന്നത്. അത് കഴിഞ്ഞാൽ കാലക്രമം അനുസരിച്ച് തന്നെയാണ് 20-ാം അധ്യായം 1 തൊട്ട് 3 വരെ പിശാചിനെ ബന്ധിക്കുന്ന കാര്യം നാം കാണും. പിശാചിനെ തടവിലാക്കുന്ന കാര്യം. Satan is bound. സാത്താനെ ബന്ധിക്കുന്നു. In the abyss, the bottomless pit. സാത്താന്റെയും ദുരാത്മാക്കളുടെയും പാർപ്പിടമാണത്. അവയ്ക്ക് നിത്യനരകത്തിലേക്ക് തള്ളപ്പെടുന്നതിന് മുമ്പ് ദൈവം ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലമായി തന്നെയാണ് നാം അതിനെ കാണുന്നത്. അത് പിശാച് കേവലം പരിമിതപ്പെടുന്നതിനെ കുറിച്ചല്ല, അവനെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. So chapter 20 verses 1, 2 and 3, they are not merely about restricting the devil, but completely binding the devil, removing the devil from the millennial kingdom. Because in the other parts of the New Testament we see Satan is free even to reach the heavens. മറ്റ് പുതിയ നിയമഭാഗങ്ങൾ ഉൾപ്പെടെ, പഴയ നിയമഭാഗങ്ങളിലും പുതിയ നിയമഭാഗങ്ങളിലും നാം സാത്താനെ കുറിച്ച് കാണുന്നത് അവന് ദൈവസന്നിധിയിൽ വരെ ചെല്ലുന്നതിനുള്ള സ്വാതന്ത്ര്യമുള്ളവനായിട്ടാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, അവനെ പൂർണ്ണമായും ബന്ധിക്കുന്നു. അതിനുള്ള പല വാക്യങ്ങളും നമുക്കറിയാമല്ലോ, അതുകൊണ്ട് ആ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് നാം നോക്കിക്കൊണ്ടിരുന്നത് 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളായിരുന്നു. Chapter 20 verses 4 to 6. There we see another chronological event of the resurrection of the tribulation martyrs and the millennial reign of Christ. Chapter 20 verses 1 to 3 is to 4 to 6. Okay. Both are of the same time. 20-ാം അധ്യായം 1 തൊട്ട് 3 വരെ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അതേ സമയത്ത് തന്നെയാണ് 4 മുതൽ 6 വരെയുള്ള കാര്യങ്ങളും നടക്കുന്നത്. രണ്ടും ഒരേ സമയത്ത് നടക്കുന്നതാണ്. 1000 ആണ്ട് വാഴ്ചയിൽ, 1000 ആണ്ടിന്റെ തുടക്കത്തിൽ പിശാച് ബന്ധിക്കപ്പെടുന്നു. 7-ാം വാക്യത്തിൽ ഒടുവിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം അവനെ അല്പസമയത്തേക്ക് അഴിച്ചുവിടും. ഇപ്പോൾ 4 തൊട്ട് 6 വരെ മഹാപീഡനകാല രക്തസാക്ഷികളുടെ ഉയർത്തെഴുന്നേൽപ്പും യേശുക്രിസ്തുവിനോട് കൂടെയുള്ള അവരുടെ വാഴ്ചയുമാണ്. That means the resurrections of the saints are now over. 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ അടിസ്ഥാനമാക്കി വിശുദ്ധന്മാരുടെ ഒന്നാം പുനരുത്ഥാനം തീർന്നു. ഒന്നാം പുനരുത്ഥാനത്തിന്റെ പല ഘട്ടങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു, ആവർത്തിക്കുന്നില്ല. അത് തീർന്നു. ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴുകയാണ്. 7 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളാണ് പിന്നീട്
നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. So finally we were looking into 7 to 10. ഒരിക്കൽ കൂടെ ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 7 to 10. And when the 1,000 years were ended, Satan will be released from his prison and will come out to deceive the nations that are at the four corners of the earth, Gog and Magog, to gather them for battle. Their number is like the sand of the sea. And they marched up over the broad plain of the earth and surrounded the camp of the saints and the beloved city. But fire came down from heaven and consumed them. And the devil who had deceived them was thrown into the lake of fire and sulfur, where the beast and the false prophet were. And they will be tormented day and night forever and ever. Here is the climax of the millennium. കർത്താവിൻ്റെ സഹസ്രാബ്ദത്തിൻ്റെ പരമകാഷ്ഠയാണ് നാം ഇവിടെ കാണുന്നത്. The climax will be, we can see there in 3 or 4 points. 3-4 കാര്യങ്ങളിലായിട്ട് നമുക്ക് കാണാം. The climax of the millennial reign of Christ. One, in the release of the devil. സാത്താനെ അഴിച്ചുവിടുന്നതിലൂടെ. 1000 ആണ്ട് വാഴ്ച കർത്താവിൻ്റെത് തീരുമ്പോൾ അതിൻ്റെ അവസാനത്തിങ്കൽ 1000 കൊല്ലം അഗാധകൂപത്തിൽ കിടന്നിരുന്ന സാത്താനെ അഴിച്ചുവിടുന്നു. Second climax is gathering together of the deceived human beings against Christ. Gathering together of the deceived human beings against Christ. കർത്താവിനെതിരായി, ക്രിസ്തുവിനെതിരായി വശീകരിക്കപ്പെട്ട ജനസമൂഹത്തിന്റെ ഒത്തുചേരലാണ്. സഹസ്രാബ്ദത്തിന്റെ ഏറ്റവും ഒടുവിൽ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളാണ്. 1, സാത്താനെ അഴിച്ചുവിടുന്നു. 2, മത്സരികളുടെ അല്ലെങ്കിൽ അനുസരണം കെട്ടവരുടെ, നന്ദി കെട്ടവരുടെ എന്നൊക്കെ നമുക്ക് ചേർക്കാം, ക്രിസ്തുവിനെതിരായുള്ള ഒത്തുചേരൽ. അതെങ്ങനെയാണ് അവർ ഒത്തുചേരുന്നത്? ബൈ ബീയിങ് ഡിസീവ്ഡ് ബൈ ദ ഡെവിൾ. മഹാസർപ്പം അഥവാ സാത്താൻ അവരെ വശീകരിച്ച് ക്രിസ്തുവിനെതിരായിട്ട് കൊണ്ടുവരികയാണ്. മൂന്നാമത് നാം കാണുന്നത് the third climax is the battle of Gog and Magog. ഗോഗ് മാഗോഗ് യുദ്ധമാണ് അടുത്തത്. The third climax. And the final climax is the condemnation or the judgment of Satan. സാത്താന്റെ ന്യായവിധിയാണ്. സാത്താന്റെ ന്യായവിധി. സാത്താന്റെ ന്യായവിധി. അതിലെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗോഗ് മാഗോഗ് യുദ്ധത്തെക്കുറിച്ച് ഒടുവിൽ നടക്കാനിരിക്കുന്ന 3 യുദ്ധങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അർമഗദ്ദോൻ, എഹെസ്കേൽ 38-39 അധ്യായങ്ങളിലെ റഷ്യൻ ഇൻവേഷൻ, പിന്നെ ഏറ്റവും ഒടുവിൽ നടക്കാൻ പോകുന്ന ഈ ഗോഗ് മാഗോഗ് യുദ്ധം. അപ്പം അവയെക്കുറിച്ച് നമുക്ക് നേരത്തെ പഠിപ്പാൻ കഴിഞ്ഞതുകൊണ്ട്
അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഇനി പോകേണ്ടതില്ലല്ലോ. അപ്പോ ഇവിടെ സാത്താന്റെ അന്തിമമായ ന്യായവിധിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവന്റെ ആൾക്കാരായ കള്ളക്രിസ്തുവും കള്ളപ്രവാചകനും കിടക്കുന്ന തീപ്പൊയ്കയിലേക്ക് അവനെയും എന്നേക്കുമായി തള്ളിക്കളയുന്ന യുഗായുഗങ്ങൾ തീരാത്ത കാലം അത്രയും ദുരിതമനുഭവിക്കുന്ന, പീഡയനുഭവിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് നാം അവിടെ കാണുകയുണ്ടായി, അല്ലെങ്കിൽ നാം കാണുന്നു. നാം അവിടെ വായിച്ചത് സാത്താൻ അല്ലെങ്കിൽ ആ പഴയ പാമ്പ് അല്ലെങ്കിൽ മഹാസർപ്പം ആയ സാത്താനെ, പിശാച് എന്നവനെ, മൃഗവും അഥവാ കള്ളക്രിസ്തുവും കള്ളപ്രവാചകനും കിടക്കുന്ന അഗ്നി നരകത്തിലേക്ക്, അഗ്നിപ്പൊയ്കയിലേക്ക്, തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നു. അവർ രാപ്പകൽ അവിടെ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും എന്ന് നാം കാണുന്നു. രാപ്പകൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. അങ്ങനെ പിശാചിന്റെ നാശമാണ് നാം അവിടെ കാണുന്നത്. പിശാചിന്റെ നാശം അല്ലെങ്കിൽ പിശാചിന് കൊടുക്കുന്ന അന്തിമവിധി. ഇപ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ പിശാചിന് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അതായത് നമ്മുടെ അടുക്കൽ വരാനോ അവന് ഇഷ്ടമുള്ളിടത്തൊക്കെ സഞ്ചരിക്കാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യം, ദൈവ സന്നിധിയിലേക്ക് പോകാൻ വരെ. ദൈവസന്നിധി എന്ന് പറയുമ്പോൾ ദൈവം വസിക്കുന്ന ഇടം, ആ നിത്യസ്വർഗം എന്ന് അർത്ഥമാക്കേണ്ടതില്ല. വെളിപ്പാട് 12:10 നമ്മൾ വായിച്ചിട്ടുള്ളതുപോലെ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന, ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ എന്നാണ് നാം കാണുന്നത്. അപ്പോൾ അങ്ങനെ പിശാചിനെ തള്ളിക്കളയുന്നു. പിശാചിന്റെ വാസസ്ഥലങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോകുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ ഉപകാരമായിരിക്കും. So the final destination of the devil is here in this particular portion of Revelation 20:7-10. വെളിപ്പാട് 20:7-10 വരെയുള്ള വാക്യങ്ങളിലാണ് സാത്താന്റെ അന്തിമ സ്ഥാനത്തെക്കുറിച്ച്, അവന്റെ അന്ത്യത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്. അന്ത്യം എന്നതുകൊണ്ട് അവൻ ഇല്ലാതെയാകുന്നില്ല, അവനെ ഇല്ലായ്മ ചെയ്യുന്നില്ല. എന്നാൽ ഇനിയും ഒരിക്കലും പുറത്തു വരാൻ ഒക്കാത്തതുപോലെ ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് അവനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് നോക്കാം, സാത്താനെ നമുക്ക് എവിടെയെല്ലാം അവന്റെ വിവിധമായ സ്ഥാനങ്ങളെ കുറിച്ച് ഒന്ന് നോക്കാം. The locations of the devil. This is the last and final location, and before that we can just see a chronological thing of his locations. Initially, first of all, we see his past location as in Ezekiel chapter 28:14. എഹെസ്കേൽ 28:14. You were an anointed guardian cherub. I placed you. You were on the holy mountain of God. In the midst of the stones of fire you walked. As an anointed angel, he was in heavens. അവൻ സ്വർഗത്തിലായിരുന്നു എന്ന്
നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. അവന്റെ ആദ്യത്തെ സ്ഥലമാണത്. അവനെ ദൈവം ആക്കി വെച്ച ആദ്യത്തെ ഇടം. 2, in heaven as God's anointed angel. Second, wandering over all of the creation, especially on earth. ഭൂമി മുഴുവനും ഊടാടി നടക്കുന്ന ഒരുത്തൻ. ജോബ് chapter 1 and chapter 2 നമുക്കറിയാവുന്ന കാര്യമാണ്. ഇയ്യോബിന്റെ പുസ്തകം 1ഉം 2ഉം അധ്യായങ്ങൾ. ഭൂലോകം മുഴുവനും ഊടാടി നടക്കുന്നവൻ. എന്നിട്ടവൻ ദൈവസന്നിധിയിലേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. A third place where we see the devil is again in heaven. Again, a third time, again we see him in heaven. But this time it's not his residence, but his workplace, we can say. ആദ്യം സ്വർഗമെന്ന് പറഞ്ഞത് അവനെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന സ്വർഗം എന്നുള്ളത് അവന്റെ വാസസ്ഥലമല്ല, അവന്റെ പ്രവർത്തന മേഖല എന്ന് വേണമെങ്കിൽ പറയാം. പ്രവർത്തന മേഖല സെയിം ഇയ്യോബ് 1ഉം 2ഉം അധ്യായങ്ങൾ. ഓൾസോ റെവലേഷൻ, ജോബ് 1 and 2, ഓൾസോ റെവലേഷൻ 12 verse 10, 12:10. And also the initial verses of Zechariah chapter 3. സെഖരിയാവ് 3ന്റെ ആദ്യത്തെ വാക്യങ്ങൾ. ദൈവദൂതന്മാർ ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ സാത്താനും ദൈവസന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അപ്പോൾ അവന്റെ പ്രവർത്തന മേഖലയായിട്ട് നമുക്ക് ഈ സ്വർഗത്തെ കാണാം. ഈ സ്വർഗത്തെ കാണാം. 4, the heavenly places. It's not the heaven of God, but it is the skies or the firmament or the midair, even we can say, the heavenly places. സ്വർലോകങ്ങൾ എന്ന് നമുക്ക് പറയാം. അത് ദൈവത്തിന്റെ സ്വർഗമല്ല. ആദ്യം നമ്മൾ പറഞ്ഞത് ദൈവത്തിന്റെ സ്വർഗത്തിൽ തന്നെയായിരുന്നു അവനെ ആക്കി വെച്ചിരുന്നത്. എന്നാൽ പിന്നീട് നാം കാണുന്നത് അവനെ അവിടെ നിന്നും നീക്കി. എഫേഷ്യൻസ് 6 verse 12, എഫേസ്യർ 6ന്റെ 12ാം വാക്യം നമുക്കറിയാമല്ലോ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, യാ, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. ഇവിടെ പറയുന്ന സ്വർലോകം ദൈവത്തിന്റെ സ്വർഗമല്ല. പല സ്വർഗങ്ങൾ ഉള്ളതായി നമുക്കറിയാം. We know about multiple heavens. കുറഞ്ഞത് 3 സ്വർഗങ്ങളെ കുറിച്ചെങ്കിലും നമുക്കറിയാം. കാരണം പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 12ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 3ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 3 സ്വർഗങ്ങളെങ്കിലും ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ വിശ്വസിക്കുന്നത്. 3 സ്വർഗങ്ങളെങ്കിലും ഉണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വർഗത്തിൽ അല്ല ഇത്. സ്വർലോക ദുഷ്ടാത്മസേന എന്ന് പറഞ്ഞാൽ ആകാശസേന എന്നേ ഉള്ളൂ. എഫേസ്യർ 2ന്റെ 2ാം വാക്യവും കൂടെ അതിനോട് ചേർത്ത് വായിച്ചോളൂ.
2 verse 2, Ephesians. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കും. വ്യാപരിക്കുന്ന വാക്യം വേണം. ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതി ആയവനെയും അധിപതിയായവനും ഉണ്ടോ? അധിപതി. എന്തിന്റെ അധിപതി? ആകാശത്തിന്റെ അധികാരത്തിന്റെ അധിപതി. The prince of the power of the air. The prince of the power of the air. അപ്പൊ സാത്താനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആകാശമണ്ഡലങ്ങളിൽ വസിക്കുന്ന ഒരു സൈന്യമായിട്ടാണ്. ദാനിയേൽ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പാഴ്സി രാജ്യത്തിന്റെ പ്രഭു എന്ന്. The prince of Persia. In Daniel chapter 10 we see Daniel began to pray, and that continued for 21 days as answer was delayed. Answer for his prayer was delayed. When Gabriel came to Daniel with the answer, he said, the very first day itself, the very first day of your prayer itself, God had answered. But the prince of Persia hindered me coming to you. നിന്റെ അടുക്കലേക്ക് ദൈവം അയച്ച മറുപടിയുമായി സന്ദേശവുമായി വരുവാൻ എനിക്ക് തടസ്സം നേരിട്ടു. പാഴ്സി രാജ്യത്തിന്റെ പ്രഭു എന്നോട് എതിർത്ത് നിന്നു. അപ്പോൾ ഇതെല്ലാം സാത്താന്യ ശക്തികളെയാണ് കാണിക്കുന്നത്. അതാത് രാജ്യത്തിന്റെ മേലുള്ള ചില വ്യാപാരങ്ങൾ എന്ന് പറയാം. വ്യാപാരം എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്നർത്ഥമല്ല ഇവിടെ. എ പവർ ദാറ്റ് ഈസ് അറ്റ് വർക്ക്. വ്യാപാരം നമ്മുടെ വേദപുസ്തക ഭാഷയാണ് വ്യാപരിക്കുന്ന. പിന്നെ നമ്മുടെ ഇടയിലെ വ്യാപാരം ഉണ്ടല്ലോ, സ്തോത്രം, വ്യാപരിക്കട്ടെ. അപ്പോൾ ലെറ്റ് ഇറ്റ് അറ്റ് വർക്ക്. ഇവിടെ വ്യാപാരം എന്ന് പറഞ്ഞാൽ അറ്റ് വർക്ക്, ആക്റ്റീവ്ലി വർക്കിംഗ് ഓൺ എന്നാണ് അർത്ഥം. അപ്പം സാത്താന്യമായ വ്യാപാരം എന്ന് പറഞ്ഞാൽ the power that is at work by the influence of the devil. Okay, influence of the devil. സാത്താന്യ സ്വാധീനത്താലും അധികാരത്താലും പ്രവർത്തനക്ഷമമായിരിക്കുന്നത് എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഒന്ന്, ദൈവത്തിന്റെ സ്വർഗത്തിലായിരുന്നു. രണ്ട്, ഭൂമി മുഴുവനും ഊടാടിക്കൊണ്ട് അവൻ നടക്കുന്നു. മൂന്ന്, അവന്റെ പ്രവർത്തന മേഖല എന്ന നിലയിൽ ദൈവസന്നിധിയോളം തന്നെ തൻ്റെ ദൈവത്തിന്റെ വിശുദ്ധന്മാരെ കുറ്റം ചുമത്തുവാൻ എത്തുന്നു. 4, നാം ഇപ്പോൾ കണ്ടു, സ്വർലോകങ്ങൾ, ആകാശമണ്ഡലങ്ങൾ പിശാചിനും അവന്റെ സേനയ്ക്കും വേണ്ടി കർത്താവ് കൊടുത്തിട്ടുള്ള ഇടമാണ്. സ്തോത്രം. 5, നമുക്ക് വെളിപ്പാട് 12-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. ഹി ഈസ് നൗ ലിമിറ്റഡ് ടു ദ എർത്ത് ഇറ്റ്സെൽഫ്. റെവലേഷൻ 12, വെളിപ്പാട് 12-ന്റെ 7 മുതൽക്കുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ച് അതിൻ്റെ 12-ാമത്തെ വാക്യം, 10 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ. റെവലേഷൻ 12 verses 7 following, especially 10, 11 and 12. 10 and 12. There we see the devil is now limited only on earth.
ഭൂമിയിൽ മാത്രമായി അവൻ പരിമിതപ്പെടുകയാണ്. ഭൂമിയിൽ മാത്രമായി അവൻ പരിമിതപ്പെടുന്നു. നെക്സ്റ്റ്, അടുത്തത് നമ്മൾ കണ്ട, ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ദ ബോട്ടംലെസ് പിറ്റ് ഓർ ദ അബീസ്, അഗാധ കൂപം. വെളിപ്പാട് 20, റെവലേഷൻ 20:1-3, 20-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. He will be in the bottomless pit, the bottomless pit. നെക്സ്റ്റ്, അടുത്തതാണ് നാം കാണുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ച വേദഭാഗത്ത് 20-ാം അധ്യായത്തിന്റെ 7 തൊട്ടുള്ള വാക്യങ്ങളിൽ, again he is seen on earth. വീണ്ടും അവന്റെ പ്രവർത്തന മേഖലയും താമസവും ഒക്കെ അല്പസമയത്തേക്കേ ഉള്ളൂ. ആ അല്പസമയം എന്നുള്ളത് എത്രയാണെന്ന് നമുക്ക് നല്ല ഗ്രാഹ്യമില്ല. സ്തോത്രം. വീണ്ടും ഭൂമിയിൽ അവൻ വരികയാണ്. ഓൺ എർത്ത് അഗെയിൻ ആഫ്റ്റർ ദ മില്ലേനിയം. 20-ാം അധ്യായം 8-9 വാക്യങ്ങൾ, അല്ലെങ്കിൽ 7, 8, 9 വാക്യങ്ങൾ. റെവലേഷൻ 27, 8 and 9. And now comes the final end. അവന്റെ അവസാനമാണ് നാം ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇൻ ദ ലേക്ക് ഓഫ് ഫയർ, തീപ്പൊയ്ക, രണ്ടാം മരണം, സെക്കൻഡ് ഡെത്ത്. രണ്ടാം മരണം എന്ന് വിളിക്കപ്പെടുന്ന തീപ്പൊയ്കയിലേക്ക് അവൻ തള്ളപ്പെടുന്നു, എന്നേക്കുമായി, ഫോർ എവർ, എന്നേക്കുമായി അവൻ തള്ളപ്പെടുകയാണ്. 20-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, 20:10, റെവലേഷൻ. നമ്മൾ വായിച്ചെങ്കിലും ഒന്നും കൂടി ആ വാക്യം വായിച്ചോ. അത് കേൾക്കുന്നത് നമുക്കൊരു സന്തോഷമാണല്ലോ. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. സ്തോത്രം. ബന്ധനങ്ങളെക്കുറിച്ചും പോരാട്ടങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ദൈവജനത്തെ പേടിപ്പിക്കുന്നതിനേക്കാളും സാത്താനെ മഹത്വപ്പെടുത്തുന്നതിനേക്കാളും ഏറെ ശ്രേഷ്ഠമാണ് പിശാചിന്റെ ഈ ന്യായവിധികളെക്കുറിച്ചുള്ള പഠനങ്ങളും പ്രസംഗങ്ങളും ധ്യാനങ്ങളും ഒക്കെ. സ്തോത്രം. നമ്മുടെ ദൈവമക്കൾ അറിയണം നമ്മുടെ ശത്രുവിന് എന്ത് സംഭവിപ്പാൻ പോകുന്നുവെന്ന്. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ഒന്നിലധികം രാജ്യങ്ങളുടെ യുദ്ധങ്ങളെക്കുറിച്ച് കണ്ടു, കേട്ടു. ഒരു രാജ്യവും തങ്ങൾക്ക് നേരിട്ട നഷ്ടങ്ങളെക്കുറിച്ച് പറയാറില്ല. അതെല്ലാം ഒതുക്കി വെച്ചു. ഞങ്ങളുടെ രാജ്യത്ത് ഒരു കാഷ്വാലിറ്റീസ് ഇല്ലെന്നേ, ഒരു അപകടവും ഒരു മരണവും സംഭവിച്ചിട്ടില്ലെന്നേ പറയുള്ളൂ. വന്നു ബോംബ് വീണായിരുന്നു, അതൊക്കെ പക്ഷെ ഞങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ അങ്ങ് പൂത്തിരിയാക്കി കളഞ്ഞു. എന്നാൽ ഞങ്ങൾ ആക്രമിച്ച് ശത്രുരാജ്യത്തിന് നേരിട്ട നഷ്ടങ്ങൾ എന്തൊക്കെയെന്ന് വിവരിച്ചു പറയും. നമുക്ക് വ്യാജവാർത്തയൊന്നും കൊടുക്കേണ്ടതില്ല. സ്തോത്രം. നമുക്ക് കള്ളം പ്രചരിപ്പിക്കേണ്ടതില്ല. പക്ഷേ സംഭവിച്ചതും ഇനി സംഭവിപ്പാൻ പോകുന്നതും, സാത്താന് എന്ത് സംഭവിച്ചു, ഇനിയും അവൻ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മുടെ ജനത്തെ അറിയിക്കണം. സഭകളിൽ അതേക്കുറിച്ച് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും വേണം. സൺഡേ സ്കൂളിന് നമ്മുടെ കുഞ്ഞുങ്ങളെ ആ കാര്യം
പറഞ്ഞ് പഠിപ്പിക്കണം. ഇന്ന് പലർക്കും ദൈവത്തെക്കാൾ ഭയം പിശാചിനെയാണ്. ഒരുപക്ഷെ ദൈവത്തെക്കാൾ ആദരവും പിശാചിനോടാണ്. പറയത്തില്ല. സ്തോത്രം. ഈ പിശാചിനോട് നമുക്ക് കടുത്ത എൻവി, വൈരാഗ്യം ഉണ്ടാകണം. കടുത്ത വൈരാഗ്യം ഉണ്ടാകണം. കഴിഞ്ഞിടയ്ക്ക് ഒരു ക്ഷുദ്രജീവിയെ പിടിച്ചു. ഓക്കെ, ഒരു ലിവിങ് ക്രീച്ചർ that disturbs and destroys human beings, and such a creature was caught. Okay, അതാണ് ക്ഷുദ്രജീവി. ഒരാള് അതിനെ കൊല്ലണമെന്ന് പറഞ്ഞു. ഞാൻ ആ പിടിച്ച ക്ഷുദ്രജീവിയുടെ ഫോട്ടോ ഒരാൾക്ക് അയച്ചു കൊടുത്തു. അതിനെ കൊല്ലണമെന്ന് പറഞ്ഞു. ഒന്നിലധികം പ്രാവശ്യം ഇത് പല്ലും കടിച്ചോണ്ടാ പറഞ്ഞത്, കൊല്ലണം അതിനെ. ആളൊരു വിശ്വാസി ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനൊരു മെസ്സേജ് കൊടുത്തു. ഈ ക്ഷുദ്രജീവിയോട് തോന്നുന്നത്രയും വെറുപ്പും വിദ്വേഷവും സാത്താനോടുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ വെരി ഗുഡ്, ഉണ്ടെങ്കിൽ വെരി ഗുഡ്. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഈ ബിൽഡിങ്ങില് കുറച്ച് നാളായി, മാർച്ച് മാസം മുതൽ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ ബിൽഡിങ് നാല് വശവും ഇപ്പം മുളയൊക്കെ കൊണ്ട് കെട്ടി ആൾക്കാർ കയറി നിൽക്കാനും പണിയാനും ഒക്കെയുള്ള ഇടിയും പൊടിയും തേപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പല ജനലുകളും ഒക്കെ തുറന്നു കിടക്കുന്നു. എങ്ങനെയോ ഒരു എലി, റാറ്റ് ഞങ്ങളുടെ വീട്ടിനകത്തും കയറിയിട്ടുണ്ട്. അത് ജനലിന്റെ ഒരു ഭാഗത്തെ നെറ്റ് പൊളിച്ചകത്ത് കയറി. പിന്നെ ഒരു ദിവസം സൂസൻ കിച്ചണിൽ ചെന്നപ്പം ഇത് ഓടുന്നത് കണ്ടു. പിന്നെ ഞങ്ങൾ ഇതിനെ പിടിക്കാനുള്ള വകുപ്പൊക്കെ ഒപ്പിച്ചു, പക്ഷെ ഒന്നും വന്നില്ല. ഇതൊന്നും നശിപ്പിച്ചതായിട്ടും ഞങ്ങൾ കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആശ്വസിച്ചിരിക്കുകയായിരുന്നു. മിനിയാന്ന് രാത്രി പിന്നെയും ഇതിന്റെ സാന്നിധ്യം കിച്ചണിൽ കണ്ടു. അപ്പോൾ മുതൽ ഞങ്ങളിങ്ങനെ ആലോചിക്കുക, ഇതിനെ എങ്ങനെ ഒന്ന് പിടിക്കാം, പുറത്താക്കാം, ഇല്ലാതാക്കാം. ഞാൻ ആ സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ ചിന്തിച്ചു, ഈ ഒരു എലിയോട് തോന്നുന്ന വൈരാഗ്യമെങ്കിലും പിശാചിനോടും പാപത്തോടും നമ്മുടെ അകത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. നമ്മൾ പറയും സാത്താനോട് നമുക്ക് ഭയങ്കര വിരോധമാണ്. പക്ഷേ ചോദ്യം, അവനെ ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, അവൻ ആത്മരൂപിയാണ്, ഫിസിക്കലായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല. അതിന് കിട്ടിയാൽ നമുക്ക് അവനെ നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള വല്ല മാനസികാവസ്ഥയും നമുക്കുണ്ടോ? സ്തോത്രം. കുറഞ്ഞ പക്ഷം നമുക്ക് അവനെ കയ്യിൽ കിട്ടത്തില്ല, അവനെ അതുകൊണ്ട് ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ഒക്കത്തില്ലെങ്കിലും നമുക്ക് അവന് യേശുക്രിസ്തുവിലൂടെ സംഭവിച്ച പരാജയത്തെയും
ഇനി ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന നിത്യ ന്യായവിധിയെയും കുറിച്ച് കുറഞ്ഞപക്ഷം നമ്മുടെ ജനങ്ങളെ, ദൈവത്തിന്റെ മക്കളായ നമ്മുടെ കൂടപ്പിറപ്പുകളെയെങ്കിലും അറിയിക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ ഇടയിൽ നേരെ തിരിച്ചാ. അവനെ എന്തോ ഭയങ്കര സംഭവമായിട്ടാ പറയുന്നത്. ഇത് കേട്ടിട്ട് ജനമാകെ ഭയന്നിരിക്കും. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ആ വാക്യം ഒന്നും കൂടെ വായിക്കാമെന്ന് പറഞ്ഞത്. പിശാചായ മഹാസർപ്പമായ സാത്താനെ പിടിച്ച് മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന തീപ്പൊയ്കയിൽ തള്ളിയിടും. രാപ്പകൽ അവർ അവിടെ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. സ്തോത്രം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നതിൽ ക്ഷമിക്കണം. When the devil comes next time, ബാക്കി നിങ്ങൾ പറഞ്ഞു അറിയാമല്ലോ. And reminds the past. Yeah, your past. You remind him of the future. Remind him of his future. പിശാച് അടുത്ത തവണ വന്ന് നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ നിങ്ങൾ അവന്റെ ഭാവികാലം ഓർമ്മപ്പെടുത്തുക. അവന്റെ ഭാവികാലത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത്. വെളിപ്പാട് 12-20 അധ്യായങ്ങളിൽ നിന്ന്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? ഒരു ചോദ്യം വന്നിട്ടുണ്ട്. Since Satan a spirit being, how will he suffer torment? നല്ല ചോദ്യം. അതിന്റെ കൂടെ since he is a spirit being, how can he be bound? അവൻ ആത്മരൂപിയായതുകൊണ്ട് എങ്ങനെ സാത്താനെ ബന്ധിക്കാൻ സാധിക്കും? എങ്ങനെ അവനെ അഗ്നിനരകത്തിൽ ദണ്ഡിപ്പിക്കുവാനായിട്ട് കഴിയും? ഈ ദണ്ഡനം ഇപ്പോൾ അല്ലെങ്കിൽ ആദ്യം മുതൽ തന്നെ മരിക്കുന്ന ദുഷ്ടന്മാർ എവിടെയാണ് എത്തുന്നത്? The wicked ones who die, where do they reach? Sheol. Yeah, in the lower Sheol, in the Hades, and that is called the place of tormentation. യാതനാസ്ഥലം എന്ന് വിളിക്കപ്പെടുന്ന ഹെയ്ഡീസ് എന്ന ഗ്രീക്കിലും യവന ഭാഷയിലും കീഴെയുള്ള പാതാളം അഥവാ ഹീബ്രുവിൽ ലോവർ ഷിയോൾ എന്നും വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ശരീരമുണ്ടോ അവർക്ക്? ഇല്ല. ഇല്ല. യാതനാസ്ഥലത്ത് എത്തുന്ന മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക്, ദുഷ്ടന്മാരായ മനുഷ്യരുടെ ആത്മാക്കൾക്ക് ശരീരമില്ല. ശരീരം ഇവിടെ ഭൂമിയിൽ ദഹിപ്പിക്കുകയോ പക്ഷികൾക്ക് കൊടുക്കുകയോ കുഴിച്ചിടുകയോ ഒക്കെയാ. ശരീരമില്ലാതെയാണ് അവരവിടെ എത്തുന്നത്. അവർ ആത്മരൂപികൾ മാത്രമാണ്. അവർക്ക് എന്തനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്? പീഡ, ദാഹം,
വേദന. നമ്മൾ നേരത്തെ നരകത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് പഠിച്ചല്ലോ. ആ അനുഭവങ്ങളെല്ലാം തന്നെ അവർക്ക് യാതനാസ്ഥലത്തും അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ശരീരം വേണമെന്നില്ല ഈ ഒരു യാതനയ്ക്ക് വേണ്ടി. ആത്മാവിനും ദേഹിക്കും കൂടെ ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു യാതന സാധ്യമാണ്. സ്തോത്രം. So even without a body, a person's spirit and soul can be tormented in the lower Sheol now. It is quite possible even a physical bodiless, a spirit being Satan and his angels can be tormented severely and strictly in the lake of fire. Rather, that was what Christ once said to his disciples. Don't fear who can kill your body alone, but fear who can kill your body and put your soul into tormentation. കർത്താവ് പറഞ്ഞത് ഓർക്കുമല്ലോ, ദേഹത്തെ കൊന്നിട്ട്, ഓർമ്മയുണ്ടല്ലോ, ദേഹിയെ കൊല്ലാൻ കഴിയാത്തവനെ നിങ്ങൾ ഭയപ്പെടേണ്ട. പിന്നെ ആരെ ഭയപ്പെടണം? ദേഹത്തെയും ദേഹിയെയും കൊല്ലുവാൻ കഴിയുന്നവനെ മാത്രം ഭയപ്പെടും. So God is able even to torment spirits or spirit beings even without a physical body. സ്തോത്രം. അതാണ് ദൈവത്വത്തിൽ ഒരു കാര്യം കൂടെയാണ്. ഒരു മനുഷ്യനും കഴിയാത്ത കാര്യം അത്. അതുകൊണ്ടാണ് എത്ര വലിയ കുറ്റവാളിയും മരിക്കുന്നതോടുകൂടെ അവന്റെ കേസ് ഫയൽ മടക്കുന്നത്. സ്തോത്രം. പിന്നെ മരിച്ചുപോയവനെ ശിക്ഷിക്കാൻ ഒരു കോടതിക്കും കഴിയില്ല, ഒരു നിയമത്തിനും സാധിക്കത്തില്ല. പിന്നെ ആകെയും പോകുകയും കഴിയുന്നത് അവന്റെ സ്വത്ത് വല്ലതും ഉണ്ടെങ്കിൽ കണ്ടുകെട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. അവൻ മരിച്ചുപോയപ്പോൾ അവന്റെ സ്വത്തിനെ കുറിച്ച് അവനെന്താ ഒരു വിഷയമല്ലത്. അപ്പോൾ ദൈവം ദേഹത്തെയും ദേഹിയെയും ഒരുപോലെ ദണ്ഡിപ്പിക്കാൻ, നരകത്തിൽ ദണ്ഡിപ്പിക്കാൻ കഴിയുന്നവനാണ്. Therefore, even without a human body or a physical body, Satan can be punished and tormented, and all his angels. ഇന്ന് മനുഷ്യന്റെ ആത്മാക്കൾ യാതനാസ്ഥലത്ത് പീഡ അനുഭവിക്കുന്നത് പോലെ തന്നെ ശരീരമില്ലാത്ത സാത്താനെയും സാത്താന്യ ദൂതന്മാരെയും തീപ്പൊയ്കയിൽ ശിക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും. അവയ്ക്ക് ഭൗതിക ശരീരമില്ലെന്നേ ഉള്ളൂ, but they have an existence. Satan and his angels are persons. വ്യക്തികളാണവർ. സാത്താനും സാത്താന്യ ദൂതന്മാരും വ്യക്തികളാണ്. വ്യക്തിത്വമുണ്ട്. ഒരു ഭൗമ ശരീരമില്ലെന്നേ ഉള്ളൂ, ഒരു സ്ഥൂല ശരീരമില്ലെന്നേ ഉള്ളൂ. Only thing, they don't have a physical body, but they have a body, and that body is spirit body.
അത്രയേ ഉള്ളൂ വ്യത്യാസം. ഭൗതിക ശരീരമല്ല. ഇനിയും ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്ന ഈ ദുഷ്ടന്മാർക്ക്, പാപികൾക്ക് ലഭിക്കുന്നത് ഏത് ശരീരമായിരിക്കും? അവരുടേതും രൂപാന്തരപ്പെട്ട ശരീരം തന്നെയാണ്. Their bodies also will be transformed bodies. The resurrected wicked people also will get a transformed bodies which will not be destroyed in the eternal fire. But even without that body, their spirit and their soul are capable of enduring this tormentation. It is their soul that makes it real. മനുഷ്യന്റെ ആയാലും പ്രാണനാണ്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വികാരങ്ങളുടെ ഇരിപ്പിടം. അതുകൊണ്ട് ശരീരം എന്നതിനേക്കാൾ ആ അനുഭവങ്ങളെ തിരിച്ചറിയുന്നത്, ഫീൽ ചെയ്യുന്നത് ഈ പ്രാണനില. And therefore it is quite possible. Okay. മറ്റെന്തെങ്കിലും? മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് പോകാം. അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ ഞാൻ ഇന്ന് ആദ്യം പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കുണ്ടല്ലോ. നമ്മൾ 11-ാം വാക്യം മുതൽക്ക് ഒന്നും കൂടെ നോക്കുന്നതിന് മുമ്പ് ആ ചോദ്യത്തെ പൊതുവായി ഒന്ന് പറയാമെന്ന് കരുതുന്നു. നിങ്ങളിലും ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ തോന്നിക്കാണാം, എന്നാലും അത് ശരിയല്ലല്ലോ ചോദിക്കുന്നതെന്ന് വിചാരിച്ച് ചോദിക്കാതിരുന്നതുമാകാം. നിത്യതയെക്കുറിച്ചും കൂടെ ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അത് കൂടുതൽ പ്രസക്തമെങ്കിലും ചിലപ്പോൾ അന്നേരം മറന്നുപോയാലോ എന്ന് കരുതി ഞാനങ്ങ് ചോദിക്കുക. അതായത്, നമ്മൾ കണ്ടു സഹസ്രാബ്ദക്കാലത്ത്, ഡ്യൂറിങ് ദ മില്ലേനിയം, സഹസ്രാബ്ദക്കാലത്ത് ഈ മൃഗങ്ങൾ എല്ലാം വളരെ ഹാർമണിയിൽ വസിക്കും. Wild animals will be there, but they will not have the wild nature. പുലിയും സിംഹവും ഒക്കെ കാളയെ പോലെ പുല്ല് തിന്നും. അവയ്ക്ക് അന്ന് ഇറച്ചി വേണ്ട. അത് അന്ന് ഹണ്ട് ചെയ്യത്തില്ല, വേട്ടയാടത്തില്ല. ഇന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു ദുഃഖവാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് തുടങ്ങിയത്. നമ്മുടെ ജോച്ചായൻ്റെയൊക്കെ ചർച്ചിലെ പാസ്റ്ററുടെ മകന്റെ ഭാര്യയെ ഇന്ന് രാവിലെ പാമ്പ് കടിച്ചു. വൈകുന്നേരത്തോടെ ആ യുവ സഹോദരി കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്നുള്ളത് ദുഃഖവാർത്തയല്ലെങ്കിലും 5 വയസ്സുള്ള ഒരു മകളെ ഭൂമിയിലാക്കിയിട്ടുള്ള യാത്ര മാനുഷികമായി തീർച്ചയായും നമുക്ക് ദുഃഖകരമാണ്. എന്നാൽ അന്ന് സഹസ്രാബ്ദത്തിൽ ഈ പാമ്പോ ഇതിനേക്കാൾ കൂടുതൽ വിഷമുള്ള പാമ്പുകളോ ഉണ്ടാകാം. പക്ഷെ അവയൊന്നും മനുഷ്യനെയോ മറ്റൊന്നിനെയും ഉപദ്രവിക്കത്തില്ല. ചിലപ്പോൾ അവയ്ക്ക് വിഷം പോലും കാണുമോ എന്നറിയില്ല. ഇനി വിഷമുണ്ടെങ്കിൽ കൂടെ അതൊന്നും ആരെയും ഉപദ്രവിക്കില്ല. അപ്പോൾ നിരുപദ്രവകാരികളായി മൃഗങ്ങളൊക്കെ
വർത്തിക്കുന്നതിനെ കുറിച്ച് നാം സഹസ്രാബ്ദത്തിൽ കണ്ടു. ഓക്കെ, അതിൽ കുഴപ്പമൊന്നുമില്ല. ചോദ്യം വരുന്നത്, ഈ സഹസ്രാബ്ദം കഴിഞ്ഞ് നിത്യതയിലേക്ക് നിത്യത തുടങ്ങുമ്പോൾ നിത്യരാജ്യത്തിൽ മൃഗങ്ങൾ കാണുമെന്ന, നിത്യരാജ്യത്തിൽ മൃഗങ്ങൾ കാണുമോ? ബൈബിൾ നിത്യതയിൽ മൃഗങ്ങൾ കാണുമെന്നും ഇല്ലെന്നും പറയുന്നില്ല. എന്നാൽ നിത്യരാജ്യത്തിൽ മൃഗങ്ങളൊന്നും ഉള്ളതായിട്ട് സൂചനകൾ ഒന്നുമേ ഇല്ല. നമ്മൾ 21, 22 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ കാണുന്നത് അവിടെയുള്ള തൂണ്, ഭിത്തി, റോഡ്, ദൂതന്മാര് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്. പക്ഷെ അവിടെ എങ്ങും തന്നെ യാതൊരു മൃഗത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു ക്രീച്ചറിൻ്റെയും, അങ്ങനെയുള്ള ഒരു മൃഗത്തിൻ്റെയും പക്ഷികളുടെയും സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നില്ല. ഈ ചോദ്യം വന്നതിന് ശേഷം ഞാൻ ഒന്ന് നോക്കി, പ്രത്യേകിച്ച് ഗൂഗിളിൽ ഞാനൊന്ന് നോക്കിയപ്പം അത്ഭുതവും രസവും തോന്നിയത്, ഇതിനെക്കുറിച്ച് ഭയങ്കര വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഡോക്ടർ ബില്ലി ഗ്രഹാം വരെ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടൊരു മൃഗം സ്വർഗത്തിൽ കാണത്തില്ല. ഈ പെറ്റില്ലാത്ത, വളർത്തു മൃഗങ്ങളില്ലാത്ത ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനൊക്കാത്ത മനുഷ്യരാ പലരും. ഞാൻ ആദ്യമായിട്ട് കണ്ട വിചിത്രമായ ഒരു ഇൻവിറ്റേഷൻ കഴിഞ്ഞൊരു ദിവസം എനിക്ക് കിട്ടി. ഒരു കല്യാണത്തിനുള്ള ക്ഷണമാണ്. ഏറ്റവും ഒടുവിൽ എഴുതുമല്ലോ, വിത്ത് ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഫ്രം. ആ കൂട്ടത്തിൽ ഒരു പേര്, എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നു, അവർ ബിലവഡ് പെറ്റ്. നിങ്ങൾക്കൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല, എനിക്ക് ആദ്യമായിട്ട് ഏതായാലും അങ്ങനത്തെ ഒരു വളർത്തുമൃഗത്തിന്റെ ക്ഷണം കിട്ടുന്നത്. അപ്പം ആ മൃഗത്തോടുള്ള ഇവരുടെ എന്താണ് പറയുന്നത്, വൈകാരികമായ അടുപ്പം. അപ്പം അങ്ങനെ വൈകാരികമായ അടുപ്പം ഈ മൃഗങ്ങളോട്, വളർത്തുമൃഗങ്ങളോട് ഒക്കെ ഉള്ളത് കൊണ്ട് സ്വർഗത്തിലും അതിനെ കൊണ്ടൊന്ന് പോകണമെന്ന ആഗ്രഹം പലർക്കും ഉണ്ട്. എന്നാൽ എൻ്റെ ചിന്തയിൽ, എൻ്റെ പഠനത്തിൽ സ്വർഗത്തിലേക്ക് അങ്ങനെയുള്ള ഈ പറയപ്പെടുന്ന യാതൊരു തരത്തിലെ മൃഗങ്ങൾക്കും പ്രവേശനമുണ്ടാവില്ല. ആകെക്കൂടെ വേദപുസ്തകത്തിൽ നാം കാണുന്നത് 2 മൃഗങ്ങൾ സംസാരിച്ചതായിട്ടാണ്. ഒന്ന് പാമ്പ്. അതിനെ സംസാരിപ്പാൻ അക്കാലത്ത് കഴിവുണ്ടായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ അതൊരു മൃഗവുമായിരുന്നു, കാട്ടുമൃഗമായിരുന്നു. ഇറ്റ് വാസ് എ വൈൽഡ് ബീസ്റ്റ്. ഒരു ഉരകമായിരുന്നില്ല, എ ക്രീപ്പിംഗ് ഇഴജന്തു ആയിരുന്നില്ല. പിന്നൊന്ന്, അത് പോട്ടെ, അതുകൊണ്ട് അത് പാമ്പായി ശപിക്കപ്പെട്ടു പോയി. ഏതായാലും പാമ്പ് സ്വർഗത്തിൽ കാണത്തില്ല, അത് ഉറപ്പാണ്. പിന്നെ പ്രവചിച്ച ദൈവദൂതനെ ദർശനം കണ്ട ഒരു മൃഗമുണ്ട്, ബിലയാമിന്റെ കഴുത. ആ കഴുതയെ വെറുതെ വിട്ട പോരാ, മറ്റൊരു കഴുത, പഴയ നിയമത്തിൽ വിശുദ്ധന്മാരുടെ എല്ലാം വാഹന മൃഗം കഴുതയായിരുന്നു. യേശുക്രിസ്തു പോലും രാജാവായി സിയോനിലേക്ക് പ്രവേശിച്ചത് കഴുതപ്പുറത്താണ്. അപ്പോൾ വേദപുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട മൃഗമായിട്ട് നമുക്ക് കഴുതയെ കാണാം.
എന്നാൽ ഈ കഴുതകൾ പോലും ഏതൊക്കെയാ? നാവെടുത്ത് സംസാരിച്ച ബിലയാമിന്റെ കഴുതയോ, യേശുവിനെ ചുമന്ന യേശുവിന്റെ വാഹനമൃഗമായിരുന്ന കഴുതയോ പോലും ദൈവരാജ്യത്തിൽ കാണുകയില്ല. കാരണം മൃഗങ്ങളെയൊക്കെ ദൈവം സൃഷ്ടിച്ചത് ഈ ഭൂമിയിലും ഈ ഭൂമിക്ക് വേണ്ടിയും ഈ ഭൂമിയിലെ മനുഷ്യ ജീവിതത്തിന് വേണ്ടിയുമാണ്. നിത്യതയ്ക്കായി സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യൻ മാത്രമാണ്. 2, ഈ മൃഗങ്ങളെ അവിടെ അനുവദിച്ചാൽ, സ്വർഗത്തിൽ അനുവദിച്ചാൽ, ഈ മനുഷ്യർ പലരും ഈ മൃഗത്തെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ നിത്യതയിൽ സകലരുടെയും സകലവുമായ ആകർഷണം എന്ന് പറയുന്നത് നമ്മുടെ ത്രിയേക ദൈവം മാത്രമായിരിക്കും. സ്തോത്രം. ഇനി പെറ്റിനെ അനുവദിച്ചാലും, ഈ വളർത്ത പക്ഷിമൃഗാദികളെ അനുവദിച്ചാലും അവിടെ ചെന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇവിടുത്തെ പോലെ ഈ പെറ്റിനെ താലോലിച്ചു കൊണ്ടിരിക്കുമോ? സ്തോത്രം. അല്ല, മൃഗങ്ങൾ പോട്ടെ, ജഡരക്തമുള്ള മനുഷ്യൻ കാണുമോ അവിടെ? ഒരിക്കലും ഇല്ല. പിന്നെങ്ങനെ? തീർച്ചയായിട്ടും. ആക്ച്വലി ആത്മാവുള്ള മനുഷ്യൻ അവിടെ ഇല്ല. അന്നേരം മൃഗങ്ങൾക്ക് നമ്മൾ പറയുന്ന ആത്മാക്കിൽ ഇല്ലല്ലോ. അതെ, തീർച്ചയായിട്ടും. ധനവാൻ കിടക്കത്തില്ല, പിന്നെ പട്ടി. സ്തോത്രം. ഇനി അഥവാ ഇതിനെ അനുവദിച്ചാൽ പോലും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ മനുഷ്യർ ഇതിനോട് ഇത്രമാത്രം വൈകാരിക അടുപ്പമായിട്ടിരുന്നാൽ പിന്നെ ഇവരെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? നിത്യതയിൽ എത്തുന്നവർക്ക് ക്രിസ്തു അല്ലാതെ വേറെ ഒന്നും, ഇനി പെറ്റിനെ കൊണ്ടുപോയാലും അവരതിനെ താലോലിക്കില്ല. താലോലിക്കത്തക്കതുപോലെ ആരെങ്കിലും അവിടെ എത്തിയാൽ അവരവിടെ എത്തേണ്ടവരല്ല, അവരെത്തത്തില്ല. അവിടെ ക്രിസ്തു മാത്രമായിരിക്കണം അവിടുത്തെ ധ്യാനം, മറ്റൊന്നുമല്ല. മറ്റൊന്നാണ് ജോയ്ക്കുട്ടി ഞാൻ പറഞ്ഞത്, ഇവയ്ക്ക് ആത്മാവില്ലാത്തവയാണ്. സ്തോത്രം. പ്രാണനും ദേഹവും മാത്രമേ അവയ്ക്കുള്ളൂ, ആത്മാവില്ലാത്തവ നിത്യമല്ല. അവ മരിക്കുന്നതോടുകൂടെ ചാകുന്നതോടുകൂടെ തീരുന്നു. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മരണത്തോടുകൂടെ അവന്റെ അസ്തിത്വം അവസാനിക്കുന്നില്ല. അതുകൊണ്ട് ആത്മാവുള്ള മനുഷ്യനെ പോലെ ആത്മാവില്ലാത്ത ജീവികൾ സ്വർഗത്തിലെത്തുക എന്നുള്ളത് വേദപുസ്തക ഉപദേശത്തിന് വിപരീതമാണ്. ജയകുട്ടി ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ, ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ മൃഗങ്ങളെയും കൂടെ ഒക്കെ കർത്താവ് രൂപാന്തരപ്പെടുത്തുമെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യേണ്ടി വരും. തിരുവെഴുത്തിൽ അതിനെക്കുറിച്ചൊന്നും യാതൊരു സൂചനകളും നമുക്കെങ്ങുമില്ല. അപ്പോൾ നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഭൂമിക്ക് അഗ്നി കൊണ്ടുള്ള ശുദ്ധീകരണം വരുത്തും അളവിൽ ഇവിടെയുള്ള ഇങ്ങനെയുള്ള സംഗതികളെല്ലാം അവസാനിക്കും.
അത് ഈ ഭൂമിയിലേക്ക് മാത്രമുള്ള ക്രമീകരണങ്ങളാണ്. സമുദ്രം പോലും അവിടെ ഇല്ലെന്നാ നമ്മൾ 21-ാം അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. ആകാശവും ഭൂമിയും, പുതിയ ആകാശം പുതിയ ഭൂമി, പുതിയ യെരൂശലേം, സമുദ്രം അവിടെ ഇല്ല. അപ്പോൾ ഇന്ന് ഈ ലോകത്തിലുള്ള, ഈ ഭൂമിയിലുള്ള, ഈ സൃഷ്ടിയിലുള്ള പലതും അന്നുണ്ടാവില്ല, ജീവജാലങ്ങൾ ഉൾപ്പെടെ. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ക്രമീകരണം തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. സ്തോത്രം. നമ്മളുണ്ടായിരിക്കും കോവിഡിന്റെ സമയത്ത് ചിലരൊക്കെ പട്ടിക്ക് തീരത്താഴം കൊടുത്തു. എന്ത് ചെയ്യാം, അത്രയ്ക്ക് ആൾക്കാർക്ക് പ്രിയമാണല്ലോ ഇതിനോടൊക്കെ. യോഗത്തിന് വരുമ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ഒക്കെ ഇവയെ പാലിക്കുന്നവർ. പിന്നെ അതിനാക്ഷേപമായിട്ട് ചിലർ ചിന്തിക്കുന്നത്, ഞാൻ നിർത്താം, സമയം കഴിഞ്ഞല്ലോ. സ്വർഗത്തിൽ നമ്മളെ വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങളിൽ തന്നെ ക്രീച്ചേഴ്സ് എന്ന് കാണുന്നുണ്ട്. 4 ജീവികൾ. ആ ക്രീച്ചേഴ്സ് എന്ന് കാണുന്നത് ഇങ്ങനെയുള്ള പട്ടിയും പശുവും ആടും തത്തയും മൈനയും ഒക്കെയാണെന്ന് വ്യാഖ്യാനിച്ച് ഞാൻ കണ്ടു. അത് തെറ്റാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 4 ജീവികൾ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് കെരൂബുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദൂതസഞ്ചയത്തിൽപ്പെട്ട ചില സൃഷ്ടികളെയാണ്, അതല്ലാതെ ഇവയെക്കുറിച്ചല്ല. മറ്റു ചിലർ പറയുന്നത് യേശുക്രിസ്തു വെള്ളക്കുതിരപ്പുറത്ത് കയറിയാ വന്നേ, അപ്പൊ അവിടെ കുതിരയുണ്ടെന്ന്. നമ്മളതിന് ഉത്തരം നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. അവിടെ പറയുന്ന കുതിര, അവിടെ കുതിരയാലയവും കുതിരലാടവും കുതിരവണ്ടിയും പരിപാടിയൊന്നും ഇല്ല. അത് ഒരു രാജകീയ എഴുന്നള്ളത്തിപ്പിനെ കുറിക്കുന്നു എന്നേ ഉള്ളൂ. ആ എഴുന്നള്ളിപ്പിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ അക്ഷരീയമായ എന്താണ് പറയുന്നത്, കുതിരയോ കുതിരപ്പടയോ ആയിട്ട് അതിനെ കാണേണ്ടതില്ല. പിന്നെ വേറെ ചിലർ യെശയ്യാ 11-ാം അധ്യായത്തിൽ ഉൾപ്പെടെ സഹസ്രാബ്ദക്കാലത്തെ മൃഗങ്ങളെ കുറിച്ചൊക്കെ പേര് പറഞ്ഞിരിക്കുന്നതുണ്ട്. അതൊക്കെ സ്വർഗത്തിലേതാണെന്ന് തെറ്റിദ്ധരിച്ചു പഠിപ്പിക്കുന്നവരുണ്ട്. നമ്മൾ അതും കണ്ടു. അത് സ്വർഗത്തെക്കുറിച്ചല്ല, ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന സഹസ്രാബ്ദത്തെക്കുറിച്ചാണ്. സ്തോത്രം. അതുകൊണ്ട് സ്വർഗത്തിൽ അങ്ങനെയുള്ള ജീവികളൊന്നും പ്രവേശിക്കുന്നില്ല. അത് ദൈവവും ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും നിത്യവാസത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്ന ക്രമീകരണമാണ്. സ്തോത്രം. ആത്മാവില്ലാത്ത യാതൊരു ജീവികൾക്കും ദൈവവുമായി ബന്ധം പുലർത്താൻ കഴിയില്ല. ആത്മാവുള്ള മനുഷ്യന് മാത്രമേ ആത്മരൂപിയായ ദൈവത്തോട് ബന്ധം സാധ്യമാകൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ആത്മാവുള്ള ആത്മജീവികൾക്ക് മാത്രമേ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക്, നിത്യതയിലേക്ക് പ്രവേശനമുള്ളൂ. അതിന് കർത്താവ് നമുക്ക് ഭാഗ്യം നൽകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ചും നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കാം, നിത്യതയിൽ നമുക്കത് തുടരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്രയും പറഞ്ഞതിൽ മറ്റെന്തെങ്കിലും? രഥങ്ങളും അശ്വങ്ങളും നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്തോ ഒരാൾ പറഞ്ഞാട്ടെ. അഗ്നിമയ രഥങ്ങളും അശ്വങ്ങളും ഒക്കെ പ്രവാചകൻ അഗ്നിമയമായ രഥങ്ങളും അതുമെല്ലാം അക്ഷരീയമായിട്ട് നമ്മൾ എടുക്കണ്ട എന്നാണ് പറഞ്ഞത്. അത് അക്ഷരീയ രഥങ്ങളോ അക്ഷരീയ കുതിരകളോ അല്ലല്ലോ. ദൈവത്തിൻ്റെ സേന, ദൈവത്തിൻ്റെ സൈന്യം എന്ന നിലയിൽ മാത്രം നമുക്കിതിനെ കണ്ടാൽ മതി. അതല്ലാതെ ഈവൻ പച്ചപ്പുല്ലും കാടിയും വെള്ളവും
ഒന്നും വേണ്ടാത്ത തരം മൃഗങ്ങൾ എന്ന് പോലുമില്ല. അത് സ്വർഗീയ ക്രമീകരണങ്ങൾ എന്നേ ഉള്ളൂ. ഇനി അങ്ങനെയുള്ളത് ആയാൽ പോലും ഈ മൃഗങ്ങളെ അല്ല അവിടേക്ക് കൊണ്ടുപോകുന്നത്. പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട് അഗ്നിമയമായ കുതിരകൾ, രഥങ്ങൾ, ഏലിയാവ് പോയത്, എലീശായെ സംരക്ഷിക്കാൻ വന്നത് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് ദൈവിക സംരക്ഷണത്തിന്റെ ഒരു പ്രതീകമായിട്ട് പറയുന്നതേ ഉള്ളൂ, അക്ഷരികമായിട്ടുള്ളതല്ലല്ലോ അത്. ജോച്ചാൻ എന്താ ചോദിച്ചായിരുന്നല്ലോ? അത് വ്യക്തമാക്കുന്നുണ്ടല്ലോ, ജീവവൃക്ഷത്തിന്റെ ഫലത്തെ കുറിച്ച് ഉണ്ടെന്നത് പറയുന്നുണ്ട്. തരം ഫലങ്ങൾ. അതെ അതെ അതെ, അതുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് സംശയിക്കേണ്ട ആവശ്യമില്ല. 1000 ആണ്ടിൽ കൊതുക് പോലുള്ള പ്രാണികൾ ഉണ്ടെങ്കിലും അവയും രക്തം കുടിക്കില്ലെന്ന് നമുക്ക് ചിന്തിക്കാം, അല്ലേ? തീർച്ചയായിട്ടും. സ്വർഗത്തിൽ കുതിരയുണ്ടെന്നാ ഭൗതികമല്ല എന്നാ പറയുന്നത്. കുതിരയുണ്ട്. അതെ, ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന നമ്മുടെ ഭൂമിയിലെ കുതിരയോ കഴുതയോ ആ നിലകളിലുള്ളത് അല്ല. വ്യക്തമുള്ളതല്ല, വെടിവെച്ച ഏക്കത്തില്ല സ്വർഗീയ കുതിര. ദൈവിക സൈന്യത്തിന്റെ ക്രമീകരണങ്ങളിൽപ്പെട്ട നിലയിലാണ് അവ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതൊക്കെ ഈ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് സിമ്പിൾ ആക്കുന്നേ ഉള്ളൂ. ആ ദൈവശക്തി ഒക്കെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമേ അതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി. അതെ, തീർച്ചയായിട്ടും. സ്തോത്രം. എങ്കിൽ ഇതിൽ പലതും ഇന്ന് നമുക്ക് പൗലോസ് പറയും പോലെ കണ്ണാടിയിൽ കടമൊഴിയായി മാത്രം കാണുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ നേരിട്ട് നമ്മുടെ കർത്താവിനെ കാണുകയും അവിടുത്തെ ക്രമീകരണങ്ങൾ അറിയുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ നാം ഇന്ന് ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ പലതും അവിടെ കണ്ടെന്നിരിക്കും. നമുക്കൊരുമിച്ച് അവിടെ കാണപ്പെടാനും കർത്താവിനോട് കൂടെ നിത്യത ചെലവഴിക്കുവാനും നമ്മുടെ ഈ ക്ലാസ്സുകളും മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവത്തിന് മഹത്വം. മാറാനാഥ.